ദേശീയ സുരക്ഷയ്ക്ക് പെഗാസസ് ഉപയോഗിക്കാമെന്ന് സുപ്രീം കോടതി. സർക്കാരിന് പെഗാസസ് വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനും തടസ്സമില്ല. വ്യക്തികളുടെ സ്വകാര്യത ലംഘിക്കാൻ ദുരുപയോഗം ചെയ്താൽ കോടതി പരിശോധിക്കും. പെഗാസസ് ചാര സോഫ്റ്റ്വെയർ എതിരായ ഹർജിയിൽ വാദം കേൾക്കവെയാണ് പരാമർശം. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നു. കാളിദാസ്, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ദീപ്തി, ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് കൊട്ടീശ്വർ സിംഗും അടങ്ങിയ ബെഞ്ചാണ് ഈ പെഗസസ് ചാര കേസുമായി അല്ലെങ്കിൽ ചാര സോഫ്റ്റ്വെയർ കേസുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിച്ചത്. അതിൽ ഇന്നിപ്പോൾ ഉണ്ടായ പരാമർശം കേന്ദ്ര സർക്കാരിന് ഏറെ ആശ്വാസം നൽകുന്ന ഒന്നുകൂടിയാണ്. ഏറെ നാളായി, അതായത് കൃത്യമായി പറഞ്ഞാൽ 2021 പെഗസസ് ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകർ അടക്കം രാഷ്ട്രീയ പ്രവർത്തകരടക്കം നിരവധി പേരുടെ ഫോണുകൾ ചോർത്തിയിട്ടുണ്ട് എന്ന തരത്തിൽ ആരോപണം കേന്ദ്ര സർക്കാരിനെതിരെ, കേന്ദ്ര ഭരണകൂടത്തിനെതിരെ ഉയർന്നത്. പിന്നീട് ഇത് സുപ്രീം കോടതി പ്രത്യേകം പരിഗണിച്ച് പ്രത്യേക ഒരു സമിതി ഉണ്ടാക്കുകയായിരുന്നു. പ്രത്യേക ഒരു പെഗസസ് അന്വേഷണ സമിതിയെ ഉണ്ടാക്കി. അതിനുശേഷം 2022 ഈ ഒരു അന്വേഷണ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ ഒരു വാദപ്രതിവാദം സുപ്രീം കോടതിയിൽ നടന്നിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് സുപ്രീം കോടതി ഉന്നയിച്ച അല്ലെങ്കിൽ സുപ്രീം കോടതി പരാമർശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം എന്ന് പറയുന്നത് ദേശ സുരക്ഷയ്ക്കായി പെഗസസ് ചാര സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം കേന്ദ്ര സർക്കാരിന് എന്നുള്ളതാണ്. എന്നാൽ അതിന് ചില മാനദണ്ഡങ്ങൾ കൂടിയുണ്ട്. ദേശസുരക്ഷയ്ക്കായി മാത്രമാണ് ഇത്. പിന്നീട് അത് ഏത് വ്യക്തികളിലേക്ക് അല്ലെങ്കിൽ ചില വ്യക്തികളിലേക്കൊക്കെ എത്തുമ്പോഴാണ് ഇത് കൂടുതൽ സങ്കീർണമാകുന്നത് എന്നുള്ളതും കൂടിയുണ്ട്. അതിന് കൃത്യമായി ഒരു മാനദണ്ഡം ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നിശ്ചയിച്ചിരിക്കുകയാണ്. ദേശസുരക്ഷയ്ക്കായി കേന്ദ്ര സർക്കാരിന് പെഗസസ് വാങ്ങാം, ഉപയോഗിക്കാം എന്നുള്ളൊരു പരാമർശം സുപ്രീം കോടതി നടത്തിയിരിക്കുന്നു. എന്നാൽ അത് എപ്പോഴത്തേക്കാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഉപയോഗം വേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വിനിയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും വ്യക്തത വന്നിട്ടില്ല. എന്നിരുന്നാലും ജൂലൈയിൽ ഈ കേസ് വീണ്ടും പരിഗണിക്കും. അന്തിമവിധി എപ്പോഴത്തേക്കുണ്ടാകും എന്നുള്ളതിനെക്കുറിച്ചൊന്നും വ്യക്തതയില്ല. അടുത്ത ജൂലൈയിൽ ഇത് പരിഗണിക്കുമ്പോഴേ ഇതിന് കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സുപ്രീം കോടതിയുടെ നിലവിലെ ഈ ഒരു പരാമർശം കേന്ദ്ര സർക്കാരിന് വലിയ ആശ്വാസം പകരുന്ന ഒരു കാര്യം കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത്. ദീപ്തി, ശരി. പ്രസാദ് കാളിദാസാണ് വിവരങ്ങൾ നൽകിയത്.